Watch full episodes on Jio Hotstar. ഹൈ ചേട്ടാ, നല്ല ചൂടുള്ള സമോസകൾ ഉണ്ടെങ്കിൽ വേഗം എടുത്തോളൂ. സോറി ജെന്റിൽമാൻ, സമോസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ വെറും കാലി ചായ മാത്രമേ കിട്ടുള്ളൂ. എങ്കിൽ ശരി, ചായ തന്നോളൂ. എങ്കിൽ ഇരുന്നോളൂ, ഇതാ തന്നു. താങ്ക് യു. ഇതെന്ത് കളിയാ? ഇത് കണ്ണിൽ തുണി കെട്ടി ഫുട്ബോൾ കളിക്കുന്നതാണ്. ഇതിന് ബ്ലൈൻഡ് ബോൾ എന്നാ പറയുന്നത്. ഫുട്ബോളിൽ മണി കെട്ടി അതിന്റെ ശബ്ദം കേട്ടാണ് അവർ കളിക്കുന്നത്. ഇതൊരു ബുദ്ധിമുട്ടുള്ള ഗെയിമാണ്. അതെ, നിങ്ങൾ പുതിയ ആൾക്കാരാണോ? ഇവിടെ എന്താ ചെയ്യണേ? ഞാൻ ബോൺലെസ് മാസ്റ്ററിന്റെ അടുത്ത് ഗുംഫു പഠിക്കാൻ വന്നതാ. ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചു നോക്കി, പക്ഷെ മാസ്റ്റർ ഇതുവരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഇനി നിങ്ങളെ പോലുള്ള ആൾക്കാരെ എങ്ങനെ പഠിപ്പിക്കാനാ? തുടക്കത്തിൽ തന്നെ നശിപ്പിച്ചല്ലോ. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ആ സ്റ്റെപ്പുകൾ കണ്ടില്ലേ? കുംഫു സ്കൂളിലേക്ക് എത്തണമെങ്കിൽ ഇതുപോലത്തെ സ്റ്റെപ്പുകൾ കേറണം ചങ്കേ, അറിയാമോ? ചെല്ല്, കയറി തുടങ്ങിക്കോ. ഞങ്ങൾ അപ്പോഴേക്കും ചായയും കുടിച്ചിട്ടങ്ങ് വന്നേക്കാം. ഞാൻ മാസ്റ്ററിന്റെ അടുത്ത് കുംഫു പഠിക്കാൻ തന്നെയാണ് പോകുന്നത്, കണ്ടോളൂ. യേ, ഹേ, 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 ഹേ. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. സർബത്തിന്റെ കൂടെ സമോസയും കഴിച്ചിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ. ആ ക്ഷീണമൊക്കെ എനിക്കും തോന്നുന്നുണ്ട്. മുകളിലേക്ക് പോയിട്ട് രസഗുല്ല കഴിച്ചില്ലെങ്കിൽ എന്റെ ഷുഗർ കുറഞ്ഞു പോണ്ടാ. ഇത്ര ഇഡ്ഡലി കഴിച്ചിട്ടും ശക്തി മുഴുവനും കുറഞ്ഞു പോയി. ചട്നിയാണ് സത്യം. നിങ്ങളൊക്കെ എങ്ങനെയാ ആദ്യം ഇങ്ങ് എത്തിയത്? ഓ, മുകളിലേക്ക് വരാൻ വണ്ടി വരുന്ന വഴിയുണ്ടായിരുന്നു. ഞങ്ങള് അതിലെയാ വന്നത്. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് സ്റ്റെപ്പ് വഴി കയറിയത്. എനിക്കൊന്നും അറിയില്ലായിരുന്നേ. എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്നെ ഒന്നും ചെയ്യരുത്. വെറുതെ വിടില്ല, വെറുതെ വിടില്ല. പിടിക്ക്, അവനെ പിടിക്ക്. അവനോടാണോ കളി? അത് കണ്ടോ, അതാണ് ബോൺലെസ് മാസ്റ്ററുടെ വീട്. വരൂ. നമുക്ക് ബോൺലെസ് മാസ്റ്ററിന്റെ അടുത്ത് പറയാലോ ഞാനൊരു ഹിം നരേഷിന്റെ സ്റ്റുഡന്റ് ആണെന്ന്. അത് കേട്ട ഉടനെ മാഷിന് സന്തോഷമായി ഇതിന് സമ്മതിക്കുകയും ചെയ്യും. ഹോയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അങ്ങനെ ഒന്നും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ബോൺലെസ് മാസ്റ്ററെ പോലുള്ള ആൾക്കാർക്ക് ആരുടെയും റെക്കമെൻഡേഷൻ ഇഷ്ടമായിരിക്കില്ല, അതറിയാമോ? അവര് കാൻഡിഡേറ്റ്സിന്റെ കഴിവ് നോക്കി മാത്രമേ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ ചങ്കേ. വലിയേട്ടാ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും. നമ്മളതൊന്നും പറയാൻ പാടില്ല. അതാ ചേട്ടാ, എക്സ്ക്യൂസ് മീ.
എക്സ്ക്യൂസ്ഡ്. ഞാൻ ഉദ്ദേശിച്ചത് മാസ്റ്റർ വീട്ടിലുണ്ടോ? ഞങ്ങൾക്ക് ഒന്ന് കാണണമായിരുന്നു. ഹലോ, ഐ എം കാങ്. എന്റെ പേര് ജി കാങ് എന്നാണ്. നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. എനിക്ക് മലയാളം കുറച്ച് അറിയൂ. പൊളിക്കടുത്തല്ലോ, ഇയാള് സംസാരിക്കുന്ന മലയാളം മുഴുവൻ തെറ്റാണ്. എന്നിട്ടാണോ പറയണ കുറച്ച് അറിയാമെന്ന്? അയാൾ ഉദ്ദേശിച്ചത് അയാൾക്ക് ശരിക്കും മലയാളം അറിയില്ലെന്നാ. അതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മലയാളം ഞങ്ങൾ ശരിയാക്കി തരാം. ഓഹോ, എന്റെ ഇംഗ്ലീഷ് ഗുഡ്, പക്ഷെ മലയാളം അറിയില്ല, ഒട്ടും അറിയില്ല. നിങ്ങൾ എന്റെ മലയാളം പഠിക്കുമോ? നീ ഇങ്ങനെ അരിയുടെ കാര്യമൊക്കെ പറയുമ്പോ എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. അല്ലെങ്കിൽ തന്നെ വിശന്നിട്ട് വയ്യ. എന്റെ മോട്ടു, നീ ഒന്ന് അടങ്ങിയിരിക്കേ. ഓക്കെ, ഞങ്ങൾ പഠിപ്പിച്ചോളാം. ആദ്യം മാസ്റ്റർ ജിയെ ഒന്ന് വിളിക്കാമോ? ആഹാ, ഓക്കെ, ഇപ്പൊ വിളിക്കാം. മാസ്റ്റർ! ആരാണ് നിങ്ങൾ? എന്തിനാണ് വന്നത്? എനിക്ക് അവന്റെ അടുത്ത് പകരം ചോദിച്ചേ പറ്റൂ. എനിക്ക് അവനെ ഇടിച്ചിടിച്ച് ജയിലിൽ കൊണ്ടുപോയിടണം. അവന്റെ അഹങ്കാരം എനിക്ക് അവസാനിപ്പിക്കണം. വെറുതെ വിടൂല, ഞാൻ അവനെ വെറുതെ വിടൂല. എന്നോട് അവൻ ക്ഷമിക്കാൻ പറ്റാത്ത ചതിയാണ് കാണിച്ചത്. തന്റെ ട്രെയിനിങ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഇനി വേണ? നിന്റെ കോപം ശാന്തമായോ? ശരീരം മുഴുവനും ശാന്തമായിരിക്കുന്നു. ദേഷ്യത്തിന് പിന്നെ എവിടെയാണ് സ്ഥലം? യെസ്, മനസ്സിനെ ശാന്തമായി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കുങ്ഫുവിൽ കോപത്തിന് യാതൊരു സ്ഥാനവുമില്ല. അത് ചെയ്യേണ്ടത് ആത്മവിശ്വാസത്തോടെയാണ്, ഫോക്കസ് ആൻഡ് ഫെയ്ത്തോടുകൂടി. എന്റെ ആദ്യത്തെ ഗുരു ഹിം നരേഷും ഇത് തന്നെയാണ് പറഞ്ഞത് എന്നോട്. നീ നരേഷിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും തല്ലുകൊള്ളേണ്ട കാര്യമുണ്ടായിരുന്നു. ഹിം നരേഷ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സാറേ, ഒരു മിനിറ്റ്. എനിക്ക് ഡോക്ടർ ജഡ്കേന്റെ അടുത്തൊരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. വലിയേട്ടാ, എന്റെ കൂടെ ഒരു മിനിറ്റ് ഒന്ന് സൈഡിലേക്ക് വരാമോ? മോട്ടുവിന്റെ ജങ്ക, ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് എങ്ങനെ അറിയാന് ജങ്ക, ഇയാൾക്ക് ഹിംനരേഷനൊക്കെ അറിയാമെന്ന്? സാർ, ഡോക്ടർ ജഡ്കേന്റെ അടുത്ത് കുറച്ച് പേഴ്സണൽ കാര്യം പറയാനുണ്ടായിരുന്നു. സോറി. വരൂ ചിക്കൻ ചേട്ടാ, വരൂ. മോട്ടുജി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എന്താ പറയാ, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്ത് പഴഞ്ചൊല്ല്? ഒരു സൈസ് പഴഞ്ചൊല്ല്. പൊളിക്കടുത്തല്ലോ, അത് തന്നെയാണ് ഞങ്ങളും ചോദിച്ചത്, എന്ത് ചൊല്ലാണെന്ന്. സോറി, പഴഞ്ചൊല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെൽക്കം. ഓ, നിങ്ങൾ പറഞ്ഞു വന്നതിന്റെ അർത്ഥം സ്വാഗതം എന്നാണോ? വെൽക്കമിനെ സ്വാഗതം എന്നും പറയും. സ്വാഗതം. വെൽക്കം മിസ്റ്റർ ഡോങ്, വെൽക്കം. നിങ്ങളെ കൊണ്ട് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ഈ ബാഗ് ഒന്ന് തുറക്കണം. ഞാൻ ഈ ബ്രീഫ് കേസിന്റെ പാസ്വേഡ് ഒരിക്കലും നിനക്ക് പറഞ്ഞു തരില്ല.
ദുഷ്ടലാക്കോടുകൂടിയുള്ള നിന്റെ ഈ പ്രവർത്തനം ഒരിക്കലും വിജയിക്കാൻ സമ്മതിക്കില്ല മിസ്റ്റർ മോംഗ്ലി. അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തീർച്ചയായിട്ടും അനുഭവിക്കും. അതായത് ഇയാളെ ലാങ്ടോ ഐലൻഡിലേക്ക് കൊണ്ടുപോകൂ. പിടിക്കാളെ. മാസ്റ്റർ, ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? എങ്ങനെയാണ് ചെയ്തത്? ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ ആണ്. മനസ്സ് ഏത് പ്രകാരത്തിൽ ചിന്തിക്കുന്നുവോ അപ്രകാരം തന്നെ ശരീരം പ്രവർത്തിക്കുന്നു. രണ്ടാമതൊന്നും ആലോചിക്കാതെ. മാസ്റ്റർ സാറ്, എനിക്കും ഇത് പഠിപ്പിച്ചു തരുമോ പ്ലീസ്? ഇത് പഠിച്ചെടുക്കാൻ വർഷങ്ങൾ തന്നെ വേണ്ടിവരും. അതിനു മാത്രമുള്ള സമയം നിന്റെ കയ്യിലില്ല മോട്ടു. നീ പഠിച്ചതൊക്കെയും തന്നെ നിന്റെ ഉദ്ദേശം നിറവേറ്റാൻ സഹായിക്കുന്നതാണ്. മനസ്സ് ഏത് പ്രകാരത്തിൽ ചിന്തിക്കുന്നുവോ അപ്രകാരം തന്നെ ശരീരം പ്രവർത്തിക്കുന്നു. ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ ആണ്. മനസ്സ് ഏത് പ്രകാരത്തിൽ ചിന്തിക്കുന്നുവോ അപ്രകാരം തന്നെ ശരീരം പ്രവർത്തിക്കുന്നു. ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ ആണ്. പതുലു, മോട്ടുവിന്റെ കൈ പിടിക്ക. മോട്ടു, നീ എന്റെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആണ്. ഇതുപോലൊരു സ്റ്റുഡന്റിനെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി പ്രാക്ടീസ് ചെയ്യാനുണ്ട്. വൈകുന്നേരം വരെ ഇതുപോലെ തന്നെ നിൽക്കണം. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഇനി എത്ര വേദനകൾ കൂടി സഹിക്കും? എനിക്കിതൊന്നും കണ്ടു നിൽക്കാനാവില്ല ചങ്ക. ഓ, ഡോണ്ട് വറി ഡോക്ടർ ജട്ക. നിങ്ങൾ ഇത് കണ്ട മോട്ടു എത്ര വേഗമാണ് എല്ലാം പഠിച്ചെടുത്തതെന്ന്.
കാലങ്ങോട്ട് എടുത്ത് വെക്ക്. മോട്ടു എന്ത് പറ്റി ബദലു? നീ ബോൺലെസ് മോട്ടു ആയി മാറിയിരിക്കുക. മോട്ടു, ആശംസകൾ. നിന്റെ ട്രെയിനിങ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെയൊക്കെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ഹോങ്കോങ്ങിൽ വരുമ്പോഴൊക്കെ എന്നെ കാണാൻ തീർച്ചയായും വരണം. നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ മേളിലോട്ട് അയക്കും. പേടിക്കണ്ട, ഞാൻ കൊല്ലൊന്നും അല്ലല്ലോ. മുകളിലേക്കല്ലേ ഞാൻ അയക്കണേ. പൊളിച്ചടുത്തല്ലോ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ മുകളിലേക്ക് പറഞ്ഞയക്കണേ? ഈ മുകളിലേക്ക് അയക്കുമെന്ന് പറഞ്ഞത് യഥാർത്ഥ വാക്കല്ലെന്ന് തോന്നുന്നു. ഞാൻ കൊണ്ടുവിടാന്നാ പറഞ്ഞേ. കൊണ്ടുവിടാം. ഓ, അപ്പൊ നിങ്ങൾ കൊണ്ടുവിടാന്നാ പറഞ്ഞല്ലേ? മാസ്റ്റർ, അങ്ങയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ അങ്ങയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഉറപ്പ്. താങ്ക് യു. ബൈ ബൈ മാസ്റ്റർ. ബൈ. ഈ സെൽഫി എടുക്കണ ഭ്രാന്ത് എന്താ നിർത്തണേ? ശരി, അയാളെ പിടിച്ച ഉടനെ ലാങ്ടോ ഐലൻഡിലേക്ക് കൊണ്ടുപോവാ. കൂട്ടുകാരെ, ഒരു ശുഭവാർത്തയുണ്ട്. മിസ്റ്റർ ഡോങ്ങിന്റെ ഒളിത്താവളം കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ആളുകൾ അയാളെ അവിടുന്ന് പിടിച്ചുകൊണ്ട് ലാങ്ടോ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈഗർ, നിനക്ക് ഇന്ന് സ്പെഷ്യൽ ഭക്ഷണമാണ് കിട്ടാൻ പോകുന്നത്. സർ, മോട്ടു പത്ലു നമ്മുടെ പിന്നാലെ ഉണ്ട്. ഫിനിഷ് ദം. എല്ലാവരും കൈകൾ മുകളിലോട്ട് ഉയർത്തുക. എന്തു പറയുന്നു മോട്ടു? ഇപ്പോൾ എന്തു ചെയ്യും? മിസ്റ്റർ ഡെവിളിനെ നേരിട്ടാൽ ഇതായിരിക്കും അവസ്ഥ. ദേ അങ്ങോട്ട് നോക്കൂ, എന്താണ് കാണുന്നതെന്ന്.
വിട്ടേക്ക് പ്ലീസ്. എന്റെ സുഹൃത്തിനെ വിടാനാ പറഞ്ഞത്. മോട്ടു പത്തുലു, ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ ആരും പേടിക്കണ്ട. കാറ് നിർത്താനാ പറഞ്ഞത്. ഇപ്പം തന്നെ. ഇപ്പൊ നിർത്താം, പക്ഷേ നീ മുന്നിലുള്ള കാറിനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് വരണം. മോട്ടു, നീ ഇതെവിടേക്കാ പോകുന്നേ? ഓ, എന്നെ പൊട്ടനാക്കിയതാണോ? ഓ, ഞാൻ വെറുതെ വിടില്ല. ഓ, എവിടെ പോയി? Watch India's largest kids library only on Jio Hotstar. Download the app now.